ചില മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളും പറയുന്നത് ശബരിമല തന്ത്രിയെ കുടുക്കിയതാണ്. അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ തന്ത്രി നിലപാടെടുത്തു, അതുകൊണ്ട് തന്ത്രി പാവമാണ്. ജയറാമിനെ പറയുന്നത് പോലെ ജയറാം ഭക്തൻ മാത്രമാണ്, അദ്ദേഹത്തിന് ഒന്നും അറിയില്ല. തന്ത്രിയും പാവമാണോ? അദ്ദേഹത്തിന് ഒന്നും അറിയില്ലേ? ഈ കുറച്ച് ഹിന്ദു ഐക്യവേദി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാർ, അവർ ഹിന്ദുവിനും ഐക്യത്തിനും വേണ്ടിയിട്ടല്ല, അവരൊക്കെ ഒരു ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അവർക്ക് ക്ഷേത്രങ്ങളും ഭക്തിയും അല്ലാതെ ഹിന്ദുവിന് വേറൊന്നും വേണ്ട എന്നുള്ള രീതിയിലാണ് ഇവരൊക്കെ പറയുന്നതും പെരുമാറുന്നതും പ്രവർത്തിക്കുന്നത്. എനിക്ക് അവരുടെ അറിവില്ലായ്മയിൽ എനിക്ക് സങ്കടം തോന്നുകയാണ്. കാര്യം, പിണറായിയെ പോലുള്ള ഒരാൾക്ക്, ശബരിമല തന്ത്രി പോലുള്ള ഒരാളുമായിട്ടൊരു വൈരാഗ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് 3 വെള്ളിയാഴ്ച വച്ച് താമസിപ്പിക്കുന്ന ആളല്ല ശ്രീ പിണറായി വിജയൻ. നമുക്കറിയാം, മാത്യു കുഴൽനാടൻ അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരായിട്ടൊരു ആക്ഷേപം ഉന്നയിച്ച് അതിൻ്റെ അടുത്ത ദിവസം അദ്ദേഹം ഇതുവരെ വാങ്ങിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളും അളക്കുകയും തിരിക്കുകയും അതിനകത്തുള്ള ക്രമക്കേടുകൾ കാണുകയും FIR ഇടുകയും എന്തെല്ലാം ചെയ്തു. മാത്യു കുഴൽനാടനെ ഒരുവിധം സൈലൻ്റ് ആക്കിയില്ലേ? അപ്പോൾ അതേപോലെ പിണറായിക്ക് ഒരാളോട് അനിഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും 3 വെള്ളിയാഴ്ച വെച്ചുകൊണ്ടിരിക്കത്തില്ല. അങ്ങനെ അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് തന്നെ തീരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിന്നെ കണ്ണൂരൊരു ചൊല്ലുണ്ട്, പാടത്ത് ജോലിയും വരമ്പത്ത് കൂലിയെന്ന്. അത് അതേപടി കൊടുക്കുന്ന ആളാണ് ശ്രീ പിണറായി വിജയൻ. മാത്രമല്ല, ഈ 3 സ്ത്രീകളെ അവിടെ കൊണ്ട് കയറ്റിയതിൻ്റെ പുറത്തും തന്ത്രിക്ക് പങ്കുണ്ടോയെന്നും തന്ത്രിയുടെയും കൂടെ സമ്മതത്തോടാണോ എന്നും കൂടെ നമുക്ക് സംശയിക്കേണ്ടി വരും. കാര്യം, അവിടുത്തെ പല കാര്യങ്ങളും അവിടുത്തെ പല പോലീസ് മേധാവികളുമായിട്ടും അദ്ദേഹത്തിനുണ്ടായിരുന്ന ബന്ധങ്ങളും എല്ലാം നമുക്ക് ആലോചിക്കാം. അതിനേക്കാളും സങ്കടം തോന്നുന്നത് ഈ ഇദ്ദേഹത്തിന് ജാമ്യം കൊടുത്ത ജഡ്ജിയുടെ വിവരത്തിനാണ്. നമ്മൾ പറയുന്ന കോടതി അലക്ഷ്യമല്ല, ജഡ്ജി അലക്ഷ്യം എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം, നമ്മളൊരു ജാമ്യ ഹർജിയിൽ ഉത്തരവിടുമ്പോഴത്തേക്ക് ജഡ്ജിമാർ പറയുന്നത് സ്ഥിരം ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്. ഈ ജാമ്യ ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് കേസിൻ്റെ വിചാരണയോ അതിൻ്റെ മെരിറ്റിനെയോ ബാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മിക്കവാറും എല്ലാവരും ആ വിധി തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നത്. കാര്യം, ഒരാൾക്ക് ജാമ്യം കിട്ടണമെന്ന് മാത്രമാണ് അയാളുടെ ആവശ്യം. ചേട്ടൻ ഇപ്പോൾ സംശയം പ്രകടിപ്പിച്ചല്ലോ, ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന്. അതെങ്ങനെ, വെറുതെ പറയുന്നതാണോ? ഇല്ല, വെറുതെ പറയുന്നതല്ല. കാര്യം, അവിടെ ആ ഒരു സമയത്ത് അവിടെ നടന്ന കാര്യങ്ങൾ, ഈ ഒരു ഓർഡർ വന്നപ്പോഴത്തേക്ക് തന്നെ സ്ത്രീകളെ അവിടെ പ്രവേശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് അന്ന് നമ്മളെ പത്രസമ്മേളനം ശ്രീധരൻപിള്ള സാറ് പറഞ്ഞത്, ഞാൻ അവർക്ക് നിയമോപദേശം കൊടുത്തു, നിങ്ങൾ നട അടച്ചു. അങ്ങനെ തന്ത്രിക്ക് തോന്നുമ്പോഴത്തേക്ക് നട അടച്ചിട്ട് പിണ്ടം വയ്ക്കാനൊന്നും പറ്റത്തില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് തെറ്റാണ്. അപ്പോൾ അന്ന് അവിടെ സംഭവിച്ചത്, ശബരിമലയിൽ ഇത്രയും കാലം നടന്ന കാര്യങ്ങളെല്ലാം ശബരിമലയിലെ പ്രസിഡന്റുമാരും തന്ത്രിമാരും മേൽശാന്തിമാരും ഒക്കെ അറിഞ്ഞുകൊണ്ട് ഇവരെല്ലാം ഒരു കൂട്ട് കമ്പനിയായിട്ട് തന്നെയാണ് നടന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ജാമ്യ ഹർജിയിൽ ഉത്തരവിടുമ്പോഴത്തേക്ക് ഒരു ജഡ്ജിക്ക് ജാമ്യം കൊടുക്കാനുള്ള ഡിസ്ക്രിപ്ഷനുണ്ട്, നമ്മൾ അതിനകത്തോട്ട് ഇടപെടുന്നില്ല. പക്ഷേ അതിൽ അദ്ദേഹം കണ്ടെത്തുന്ന വ്യാഖ്യാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ, അതൊന്നും കേസിൻ്റെ മെറിറ്റിനെ ബാധിക്കാതെ ആകണം എന്നുള്ളതാണ് ഒരു നോർമലായിട്ടുള്ള ഒരു ലീഗൽ പ്രാക്ടീസ്. കാര്യം, അയാൾ ചോദിക്കുന്നത് ജാമ്യം മാത്രമേ ഉള്ളൂ. അപ്പം ജാമ്യം കൊടുക്കാനുള്ള കാര്യങ്ങൾ മാത്രം അവിടെ സംസാരിച്ചാൽ മതി. അല്ലാതെ ഇയാൾ ഈ കേസിൽ പ്രഥമ ദൃഷ്ടി അങ്ങേരക്കെതിരായിട്ട് കുറ്റമുണ്ടോ കുറ്റമില്ലേ? കാര്യം, ഇവരെ 41 ദിവസം, ഒരു മണ്ഡലക്കാലം അദ്ദേഹം അവിടെ കഴിഞ്ഞു. സാധാരണ അയ്യപ്പന്മാർ മണ്ഡല വ്രതം എടുക്കില്ല. അപ്പോൾ അദ്ദേഹം ഒരു മണ്ഡലക്കാലം അവിടെ ജയിലിൽ വാസം അനുഷ്ഠിച്ചു. അപ്പം ഒരു കുറ്റവും ചെയ്യാത്ത ആൾ 41 ദിവസം ഒരു മണ്ഡലക്കാലം ജയിലിൽ കിടന്നെങ്കിൽ ഈ ജഡ്ജി അതിന് ഉത്തരവാദിയാണ്. അപ്പോൾ ഒരു കുറ്റവും ചെയ്താത്ത ഒരാളെ മജിസ്ട്രേറ്റിന് മുമ്പ് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ 40 ദിവസത്തേക്ക് അല്ലെങ്കിൽ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാൻ അവർ പറയത്തില്ല. കാര്യം, പ്രഥമ ദൃഷ്ടിയ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് 2-4 കാരണങ്ങളുണ്ട്. കുറ്റം ചെയ്യുന്നത് മാത്രമല്ല അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ മാനദണ്ഡം. അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ 3 എണ്ണം. 1, കുറ്റം ചെയ്തത്. 2, ഫർദർ കുറ്റം ചെയ്യാനുള്ള സാധ്യത. 2, അദ്ദേഹത്തിൻ്റെ സുരക്ഷ. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കുറ്റകൃത്യത്തിൽപ്പെട്ട ആൾ പുറത്തു പോയി കഴിഞ്ഞാൽ ആൾക്കാർ ആക്രമിക്കും, അയാൾ ആത്മഹത്യ ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ പരിഗണിക്കാറുണ്ട്. 3ാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിവ് നശിപ്പിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. 1, അദ്ദേഹത്തിൻ്റെ സുരക്ഷ, തെളിവ് നശിപ്പിക്കുന്നതിൻ്റെത്, വീണ്ടും കുറ്റകൃത്യം ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചിട്ടാണ് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്യുന്നത് ഒരു ശിക്ഷയല്ല. അറസ്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ സേഫ്റ്റിക്കും കൂടെ വേണ്ടിയിട്ട് അയാളെ അകത്ത് നിർത്തുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിയിലിറങ്ങി, അദ്ദേഹത്തിന് നല്ല സുരക്ഷയില്ലാതെ അദ്ദേഹത്തിൻ്റെ വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആൾക്കാർ കാണുകയാണെങ്കിൽ കല്ലെറിഞ്ഞു പോയി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് അറസ്റ്റ്. അപ്പോൾ അങ്ങനെ ഒന്ന് അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ആ ജഡ്ജിക്ക് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നി. അയ്യോ, ഒരു നിരപരാധിയെ പിടിച്ച് ഞാൻ അകത്തിട്ടല്ലോ. ഇത് നിരപരാധി എന്ന് തെളിയിക്കേണ്ടത് ആ കേസിൻ്റെ
വളരെ അപക്വമായ ഒരു നിരീക്ഷണമാണ് നമ്മളവിടെ കാണേണ്ടത്. അദ്ദേഹം ഒരു ജില്ലാ ജഡ്ജി ആണെങ്കിൽ പോലും. കാര്യം കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല, അയാൾ അറസ്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചില്ല. സ്വാഭാവിക ജാമ്യം കിട്ടണമെങ്കിൽ തന്നെ 60 ദിവസം വേണം. അപ്പോൾ 41 ദിവസം ആയപ്പോഴത്തേക്ക് തന്നെ ഈ തന്ത്രി യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പറയുകയും അയാൾക്ക് ബെയിൽ കൊടുക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യവും, അയാൾക്ക് ബെയിൽ കൊടുക്കുന്നതിനകത്ത് നമുക്കാർക്കും എതിരില്ല. പക്ഷെ ഈ ഒരു പരാമർശം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെയും അന്വേഷണത്തെയും വഴിതെറ്റിക്കും എന്നാണ് നമുക്ക് കാണാം. കാര്യം ഇദ്ദേഹത്തിന് അതിനകത്ത് പങ്കുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് SIT ഉദ്യോഗസ്ഥന്മാരാണ്. ഇനി ഇതിനേക്കാളും നമുക്ക് ദയനീയമായിട്ട് അവിടെ തോന്നേണ്ടത് ഇതിന്റെ പുറകെ ഒരു വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതെങ്കിൽ ഇയാൾ പ്രതിയാണ്, ഈ തന്ത്രി, എന്നിട്ട് ഇയാൾ പറയുന്നതാണ് പലരും വിശ്വസിക്കുന്നത്, പലരും പ്രചരിപ്പിക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? കള്ളനെ വെള്ളപൂശുന്നതാണ്. അല്ല, അത് ഈ കേസിൽ ശബരിമല കേസ് CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഉള്ള കേസ് ഹൈക്കോടതി പരിഗണിക്കുമ്പോഴത്തേക്ക് അത് യഥാർത്ഥത്തിൽ ഈ അന്വേഷിക്കുന്ന ബെഞ്ചിന്റെ മുമ്പ് തന്നെയാണ് വന്നത്. അത് വേറൊരു വിരുദ്ധതയാണ്. കാര്യം ഇവരന്വേഷിക്കുന്നവരല്ല തീരുമാനിക്കേണ്ട അന്വേഷണം ശരിയായ രീതിയിലാണോ നടക്കുന്നത്. കാര്യം ഇതിൽ അവർ തന്നെയാണ്, ഈ ഹൈക്കോടതി തന്നെയാണ് ഇതിനകത്ത് വാദിയും ജഡ്ജിയും പിന്നെ പ്രതിവാദത്തിന് വേണ്ടി സംസാരിക്കും പോലെയാണ് അദ്ദേഹം സംസാരിച്ച് അവർക്ക് കുറച്ച് ദിവസം കൂടെ കൊടുക്കാം അന്വേഷണത്തിന്, അന്വേഷണ സംഘത്തിന് കുറച്ച് ദിവസം കൂടെ കൊടുക്കാം. അദ്ദേഹം ഒരു ഇരക്കം പോലെ ചോദിക്കുന്നത്, ഞങ്ങൾ കുറച്ച് ദിവസം കൂടെ അവർക്ക് കൊടുത്തൂടെ? അവർ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത്. ഈ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് അദ്ദേഹം പോകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ വേറൊരു സംസാരം അവിടെ കേൾക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ ജാമ്യം കിട്ടാതെ സുപ്രീം കോടതിയിൽ പോയ പഴയ ദേവസ്വം സെക്രട്ടറി. അപ്പം ഈ തന്ത്രിയെക്കാളും നിരപരാധിയാണ് ദേവസ്വം സെക്രട്ടറി ഈ കോടതി പറയുന്നത് അനുസരിച്ചിട്ട്. കാര്യം ഇന്നുവരെ ശബരിമല കണ്ടിട്ടില്ലാത്തതാണ് ആ സ്ത്രീ. അവർ ശബരിമല എന്നുള്ള സ്ഥലമേ അവർ കണ്ടിട്ടില്ല. അപ്പോൾ അവരെ പ്രതിയാക്കിയിട്ട് അവർക്ക് ജാമ്യം കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് സുപ്രീം കോടതി ജഡ്ജി അലറി പറയും പോലെ പറഞ്ഞ ഒരൊറ്റ മനുഷ്യൻ മുൻകൂർ ജാമ്യം എന്നും പറഞ്ഞുകൊണ്ട് ഈ കേസിൽ വരല്ലേ, അമ്പലവും മൂട്ടിച്ച് കൊടിമരവും മൂട്ടിച്ചിട്ട് വന്നെന്ന് പറയാണ് മുൻകൂർ ജാമ്യം. ഒറ്റ എണ്ണം മുൻകൂർ ജാമ്യമായിട്ട് ഇങ്ങോട്ട് വരല്ലേ എന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുമ്പോഴത്തേക്കാണ് ഇവിടെ ഒരു ജഡ്ജി സർവ്വ കുറ്റങ്ങളും മാറ്റിയിട്ട് ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്നത്. മാത്രമല്ല അന്വേഷണ സംഘത്തിൻ്റെ ഇതിൻ്റെ പുറത്തുള്ളൊരു ഗൂഢാലോചന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷണ സംഘം മോഷണവും ഗൂഢാലോചനയും സംസാരിക്കുന്നതിന് പകരം അദ്ദേഹം പറയുന്നത് തന്ത്രിക്കും തന്ത്രിയുടെ ഭാര്യയ്ക്കും നിക്ഷേപം ഉണ്ടെന്നാണ് പറയുന്നത്. ആ നിക്ഷേപം ഉണ്ടെന്ന് നോക്കാൻ കേന്ദ്ര ഏജൻസികളും ഇൻകം ടാക്സ് മറ്റു കാര്യങ്ങളുണ്ട്. ഇവർക്ക് ആവശ്യമില്ലാത്തൊരു കാര്യം പറഞ്ഞിട്ട് ഇതാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഈയിടയ്ക്ക് നമ്മൾ ഒരു പൊതു താല്പര്യ ഹർജിക്കാരനെ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി മീഡിയത്തിൽ. അങ്ങേര് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ഏത് തെറ്റായിട്ടുള്ള ബില്ല് കൊണ്ടുവരികയും നയം ഉണ്ടാവുകയും ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങേര് കൊണ്ടൊരു പൊതു താല്പര്യ ഹർജി ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ നയത്തിനെതിരായിട്ടാണ് ഈ പൊതു താല്പര്യ ഹർജി. യഥാർത്ഥത്തിൽ ഈ പൊതു താല്പര്യ ഹർജി കൊടുക്കുമ്പോൾ ഗവൺമെന്റ് അധികം ഒബ്ജക്ഷൻ കൊടുക്കത്തില്ല, ഇങ്ങേര് അങ്ങോട്ട് പോകത്തില്ല. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങേര് ചോദിച്ച കാര്യങ്ങൾ രണ്ടുപേർക്ക് എതിരല്ല, എന്നാൽ പിന്നെ ഞങ്ങൾക്ക് എതിരില്ല എന്ന് പറഞ്ഞു കോടതി വിധി പ്രഖ്യാപിക്കുകയില്ല അല്ലെങ്കിൽ മാറ്റിവെക്കുകയും ചെയ്യും. അതോടെ ആൾക്കാർ വിചാരിക്കും ഇതിനെ കോടതി അംഗീകരിച്ചെന്ന് കഴിക്കും. പിന്നെ ഇത് സംബന്ധിച്ച് വേറൊരു കോടതി, ഒരു കീഴ്ക്കോടതിയിൽ എവിടെയെങ്കിലും ഒരു പെറ്റീഷൻ പോകാൻ ഭയങ്കര പാടാണ്. അതേപോലെയാണ് ഇവിടെ അന്വേഷണ ഏജൻസി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് അനധികൃത സ്വത്തുണ്ട്, അത് അന്വേഷിക്കുന്ന EDയുടെ ജോലി അവരന്വേഷിച്ചുള്ളൂ, അല്ലെങ്കിൽ ഇൻകം ടാക്സ് അന്വേഷിച്ചുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ധനകാര്യ CBI ഉണ്ട്. അങ്ങനെ ഒത്തിരി ഏജൻസികളുണ്ട്. അപ്പോൾ കോടതിയിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് SIT പറയാൻ ശ്രമിച്ചത്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും പറഞ്ഞുമില്ല. എന്തായാലും അദ്ദേഹം അത്രയ്ക്ക് നിരപരാധിയാണെന്ന് തോന്നുന്നില്ല. മാത്രമല്ല ഇവർ IPC ഒക്കെ പഠിച്ചിട്ടാണ് അവർ ഈ ജോലിക്ക് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ പുറത്ത് അബറ്റിംഗ് എന്ന് പറയുന്നുണ്ടല്ലോ വലിയൊരു ക്ലോസ് ഉണ്ട്. അത് ഇവർക്ക് ആർക്കും എതിരായിട്ട് ഇട്ടിട്ടില്ല. കാര്യം ഒരു കുറ്റം ചെയ്യുന്നവനെ സംരക്ഷിക്കുക അല്ലെങ്കിൽ കുറ്റകൃത്യത്തെ ഒളിപ്പിക്കുക എന്നുള്ള ഒരു വലിയ കുറ്റമാണത്. അത് യഥാർത്ഥത്തിൽ കുറ്റം ചെയ്യുന്ന ആൾക്കൊപ്പം തന്നെ ശിക്ഷിക്കേണ്ടതാണ്. ഇപ്പം നമ്മളൊരാൾ ഒരു തടവുള്ളിയോ അല്ലെങ്കിൽ ഒരു കുറ്റക്കാരനാണെന്ന് അറിയുന്ന ആൾ നമ്മുടെ വീട്ടിൽ ഒന്ന് താമസിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടേണ്ട അതേ ശിക്ഷ നമുക്കും കിട്ടണമെന്നാണ് പറയുന്നത് അബറ്റിംഗ്. അപ്പോൾ ഈ മോഷണമൊക്കെ അറിഞ്ഞിട്ട് അദ്ദേഹം മേലധികാരികളെ അറിയിച്ചില്ല എന്നുള്ളത് തന്നെ ഒരു അബറ്റിംഗ് ആണ്. അപ്പോൾ ഈ തന്ത്രിയെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ മലബാർ സിമൻസിലെ മുഴുവൻ പുട്ടിയും ഇട്ട് കോടതി തന്ത്രിയെ വെളിയിൽ ഇറക്കിയെന്ന് വേണം നമ്മൾ പറയാൻ. കോടതിയുടെ ഈ വിധിയും ഈ നിരീക്ഷണവും മേൽക്കോടതികളിൽ നിന്ന് കർശനമായിട്ടുള്ള ശാസന ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.